ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കറക്കു എന്ന മൂവിയാണ്. പള്ളി സെമിത്തേരിയിൽ നിന്നും കുരിശ് മോഷ്ടിച്ചവർ. എന്നാൽ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കുരിശിന്റെ കൂടെ കുറച്ച് പ്രേതങ്ങളും അവരുടെ കൂടെ കൂടിയിട്ടുണ്ടെന്ന്. അപ്പൊ കഥയിലേക്ക് അടക്കം അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മദ്യപിച്ചിട്ട് ഒരാൾ പള്ളി സെമിത്തേരിയിലേക്ക് വരുന്നതാണ്. അയാളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളോട് അയാൾ സംസാരിക്കുകയും അതിനുശേഷം വീഴാൻ പോയപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കുരിശിൽ കയറി പിടിക്കുകയും ചെയ്തു. ആ കുരിശൊന്ന് ചരിഞ്ഞു. സാധാരണ കുരിശുകളെ അപേക്ഷിച്ച് അത് ബ്രാസിൽ നിർമ്മിച്ച കുരിശായിരുന്നു. ബാക്കിയുള്ളവയെല്ലാം തന്നെ സിമന്റ് കൊണ്ടുള്ള കുരിശും. എന്നാൽ അയാൾ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ആ ചരിഞ്ഞിരുന്ന കുരിശ് തനിയെ നേരെയാകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. അടുത്തതായിട്ട് നമ്മളെ കാണിക്കുന്നത് നായകനെയും കൂട്ടുകാരെയുമാണ്. നമ്മുടെ നായകന്റെ പേര് ധനുഷ് എന്നാണ്. അവൻ പിങ്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുമുണ്ട്. ഇവരെല്ലാവരും ഡാൻസേഴ്സ് ആയിരുന്നു. വീട്ടിൽ നിന്നും കുറച്ച് കാശ് വാങ്ങിച്ചിട്ടാണ് നമ്മുടെ നായകൻ ഒരു വാൻ വാങ്ങിയിരിക്കുന്നത്. ആ കാശ് തിരിച്ചു കൊടുക്കാത്തത് കാരണം അവന്റെ വീട്ടുകാർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി കാശ് തന്നിട്ട് നീ വീട്ടിൽ കയറിയാൽ മതി എന്നൊക്കെ അവനോട് പറയുന്നു. പിറ്റേന്ന് ന്യൂ ഇയർ ആണ്. അന്ന് രാത്രി ന്യൂ ഇയർ പാർട്ടി നടക്കുന്നുണ്ട്. അവൻ സാധാരണയായിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ അടുത്തുള്ളൊരു ലോഡ്ജിലായിരുന്നു കൂടുന്നത്. അവിടെ ജാക്സൺ എന്ന് പറയുന്ന ഒരാള് ഇന്ന് പാർട്ടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവൻ നേരെ ലോഡ്ജിലേക്ക് പോകുന്നു. അത് അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോഡ്ജൊന്നും ആയിരുന്നില്ല. കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ അവിടെ വന്ന് താമസിക്കുന്നത്. ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് അത് നടത്തുന്നത്. സഹായിയായിട്ട് ഫ്രെഡി എന്ന് പറയുന്ന ആൾ കൂടിയുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ ധനുഷും ആ ലോഡ്ജിലേക്ക് പോകുന്നു. പാർട്ടി നടത്താമെന്നായിട്ട് ജാക്സൺ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ചുനേരം അവൻ കിടന്നുറങ്ങി. ഉറക്കമുണർന്നപ്പോഴേക്കും അവിടെ പാർട്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി നടത്താമെന്നായിട്ട് ജാക്സൺ പാർട്ടി നടത്താൻ വരാത്തത് കാരണം ലോഡ്ജിന്റെ ഓണറായ ഹരിശ്ചന്ദ്രൻ തന്നെയാണ് പാർട്ടി നടത്തുന്നത്. തൽക്കാലം ധനുഷും അവരുടെ കൂടെ പോയി കൂടി. എന്നാൽ ഈ ജാക്സന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കാശ് കൊടുത്ത ആൾക്കാര് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇവിടെ അവൻ പാർട്ടി നടത്തിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആകെ അടിപിടിയായി. ആ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പലരും പല വഴിക്കോടി. ധനുഷ് ഓടിപ്പോയി തന്റെ വാനിൽ കയറി. ആ ലോഡ്ജിൽ ഒരു ആർട്ടിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അവന്റെ പേര് ഖാജ എന്നാണ്. അവന് ഓടി വന്ന് ധനുഷിന്റെ കൂടെ വണ്ടിയിൽ കയറി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോകാമെന്ന് പറയുന്നു. അടിക്കാൻ ആൾക്കാർ പിറകെ വരുന്നതുകൊണ്ട് ധനുഷ് തൽക്കാലം അവനെയും കൊണ്ട് വണ്ടി നേരെ വിട്ടു. എങ്ങോട്ടൊന്നില്ലാതെ അവസാനം ഓടി അവരെത്തിപ്പെടുന്നത് ഒരു സെമിത്തേരിയിലാണ്. തൽക്കാലം കുറച്ചുനേരം ഇവിടെ സേഫ് ആയിട്ടിരിക്കാന്ന് കരുതിയിട്ട് അവർ കയ്യിലുണ്ടായിരുന്ന മദ്യവും കഴിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. സമയം 12 മണിയായി. എല്ലാരും ആഘോഷിക്കുന്ന സൗണ്ടുകൾ. അങ്ങനെ ചുറ്റും നോക്കുമ്പോഴാകട്ടെ എല്ലാ കലറുകളിലും സിമന്റിന്റെ കുരിശാണുള്ളത്. പക്ഷെ 5 കലറുകളിൽ മാത്രം ബ്രാസ് കൊണ്ട് നിർമ്മിച്ച കുരിശാണുള്ളത്. അവർക്ക് മാത്രം എന്തോ ഇത്ര പ്രത്യേകത. ഇവിടെ ആൾക്കാർ വേർതിരിവ് കാണിച്ചു തുടങ്ങിയെന്ന് കാജ പറയുന്നു. ഇതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ധനുഷും പറയുന്നുണ്ട്. അങ്ങനെ മദ്യലഹരിയിൽ ഇവർ രണ്ടുപേരും ആ 5 കല്ലറകളിലുണ്ടായിരുന്ന ബ്രാസ് കൊണ്ട് നിർമ്മിച്ച കുരിശ് വലിച്ചിളക്കിയെടുക്കുന്നു. അതെല്ലാം കൂടി അവരൊരു ചാക്കിലാക്കി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. ഒടുവിൽ കാജ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയി വിൽക്കാമെന്ന്. എന്താണെങ്കിലും രണ്ടുപേർക്കും കാശിന്റെ ആവശ്യമുള്ളതല്ലേ. അങ്ങനെ തൽക്കാലം ഇവർ രണ്ടുപേരും ഈ കുരിശിൻ ചാക്കിലാക്കി നേരെ തിരിച്ച് ലോഡ്ജിലേക്ക് പോകുന്നു. അടിക്കാൻ വന്ന ആൾക്കാരൊക്കെ അപ്പോഴേക്കും അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. ധനുഷിന്റെ റൂമിന്റെ കീ ആകട്ടെ കളഞ്ഞുപോയി. സെമിത്തേരിയിൽ എവിടെയോ പോയി വീണിട്ടുണ്ട്. ഇനി നാളെ എടുക്കാമെന്ന് കരുതിയിട്ട് അവൻ തൽക്കാലം കാജയുടെ കൂടെ അവന്റെ റൂമിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ധനുഷിന് മനസ്സിലാകുന്നത് അവൻ നല്ലപോലെ ചിത്രങ്ങൾ വരയ്ക്കുമെന്ന്. അന്ന് രാത്രി തൽക്കാലം അവന്റെ ബെഡിന്റെ താഴെ ഒരു ബെഡ് കൂടി ഇട്ടിട്ട് ധനുഷ് കിടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ റൂമിന്റെ വാതിൽ തുറന്ന് ഫ്രണ്ടിലായിട്ട് 5 ഡാൻസേഴ്സ് നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്. ഉറക്കപ്പിച്ചയിലും മദ്യലഹരിയിലും കാജ ഡാൻസേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അകത്തോട്ട് കയറി വരുന്നത്? ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് പോയിക്കൊള്ളാൻ. എന്നാൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് ശരിക്കും പ്രേതങ്ങളായിരുന്നു എന്ന്. അവർ ഇളക്കിക്കൊണ്ടുവന്ന 5 കുരിശിനോടൊപ്പം വന്ന പ്രേതങ്ങളായിരുന്നു ഈ 5 ഡാൻസേഴ്സും. പിറ്റേന്ന് രാവിലെയാകട്ടെ കാജ നേരത്തെ എഴുന്നേറ്റ് ശവപ്പെട്ടിയും കുരിശൊക്കെ വിൽക്കുന്ന ഒരാളെ കാണാൻ പോകുന്നുണ്ട്. ഈ ബ്രാസിന്റെ കുരിശ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര കാശ് കിട്ടുമെന്നൊക്കെ അയാളോട് ചോദിക്കുന്നു. അധികമൊന്നും കിട്ടില്ല, കുറച്ച് കാശ് തരാമെന്ന് അയാൾ പറയുകയും ചെയ്തു. അങ്ങനെ ഇവൻ വീണ്ടും തിരിച്ച് ലോഡ്ജിലേക്ക് വരുന്നു. ധനുഷിനോട് പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ കുരിശ് കൊണ്ടുപോയി വിൽക്കാം, ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ആ കുരിശു എടുത്തുകൊണ്ട് നേരെ അയാളുടെ കടയിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവരെത്തിയപ്പോഴേക്കും അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചു മുൻപ് വരെ അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അയാൾ മരണപ്പെട്ടെങ്കിൽ മിക്കവാറും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കുരിശ് തന്നെയായിരിക്കും പ്രശ്നമെന്ന് കാജിക്ക് തോന്നാൻ തുടങ്ങി. ഇത് കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് ഒരു സമാധാനമില്ല. ഒന്നുകിൽ ഇത് തിരിച്ചുകൊണ്ട് അവിടെ തന്നെ വെക്കണം, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് അവർക്ക് വിൽക്കണം. എന്താണെങ്കിലും ധനുഷ് അവനോട് പറയുന്നുണ്ട്, എന്റെ റൂമിന്റെ കീ കളഞ്ഞുപോയതല്ലേ, നമുക്ക് സെമിത്തേരി വരെ പോയി അതൊന്നും നോക്കിയെടുക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും സെമിത്തേരിയിലേക്ക് കീ അന്വേഷിച്ചു പോകുമ്പോഴാകട്ടെ അവിടെ പള്ളിയിലച്ഛനും പോലീസുകാരും എല്ലാം നിൽപ്പുണ്ടായിരുന്നു. ഈ കുരിശ് മോഷണം പോയത് കാരണം അച്ഛൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. സംഭവം കേസായി എന്നറിഞ്ഞതോടുകൂടി ധനുഷും കാജിയും തൽക്കാലം ഇവരുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും മുങ്ങി. ഇനി ഈ കുരിശ് കൊണ്ടുപോയി വിറ്റാല് ശരി, നമ്മൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നത് നല്ലതെന്ന് അവർക്ക് മനസ്സിലായി. അന്ന് രാത്രി വരെ അവർ വെയിറ്റ് ചെയ്തു. ഏതെങ്കിലും വെള്ളത്തിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അവർ രാത്രിയിൽ വാനും എടുത്തിറങ്ങി. ഒരു പുഴയുടെ അരികിൽ പോയി നിന്നിട്ട് വാൻ തുറന്ന് കുരിശെടുക്കാൻ തുടങ്ങിയതും ആ വാന്റെ ബാക്കിൽ ആ 5 ഡാൻസേഴ്സ് നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും ഇവർ രണ്ടുപേരും പേടിച്ചോടി. ഇവന്മാര് വീണ്ടും വന്നു എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരവിടെയില്ല. തങ്ങൾ കാണുന്നത് ശരിക്കും യാഥാർത്ഥ്യമാണോ അതോ തോന്നുന്നതാണോ എന്ന് ഇവർക്ക് ഡൗട്ട് തോന്നി. അവരിപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏതോ ഡാൻസേഴ്സ് നമ്മുടെ പിറകെ കൂടിയിരിക്കുന്നു എന്നാണ്. തൽക്കാലം വണ്ടിയെടുത്ത് അവർ വീണ്ടും മുന്നോട്ട് പോയി.
ആ സമയം ഇവരെ പോലീസ് പിടിക്കുന്നു. മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചത് കാരണം അവരെ അറസ്റ്റ് ചെയ്തു. ഒടുവിൽ ഇവർ പിങ്കിയെ കോൾ ചെയ്യുകയും അവൾ ജാമ്യത്തിലിറക്കാൻ വരികയും ചെയ്തു. വീണ്ടും വന്ന് വാനിലേക്ക് കയറാൻ നേരത്ത് ആ 5 പേരെ അവർ കാണുന്നുണ്ട്. എന്നാൽ പിങ്കിക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ആരും ഇല്ലാന്നാണ് പിങ്കി പറയുന്നത്. അതോടുകൂടി ഇവർക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങി. തങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇവരെ കാണാൻ പറ്റുന്നതെന്ന്. പിങ്കി വിചാരിച്ചത് ഇവരെന്തോ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവർക്ക് തോന്നുന്നതെന്നാണ്. ഇവർ വണ്ടി എടുത്തുകൊണ്ട് നേരെ ലോഡ്ജിലെത്തി. ആ ഫ്രെഡിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിൽ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അവൻ പറയുന്നുണ്ട് താൻ ആരെയും കാണുന്നില്ല എന്ന്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഇത് പ്രേതബാധ ആയിരിക്കുമെന്നാണ് ഫ്രെഡ് പറയുന്നത്. തനിക്ക് അറിയാവുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റ് ഉണ്ട്, നകുലൻ എന്ന അയാളുടെ പേര്. നിങ്ങൾ വേണമെങ്കിൽ അയാളെ ഒന്ന് പോയി കണ്ടോ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും. ആദ്യം ധനുഷും കാജയും ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല. തൽക്കാലം വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് കാജ ലോഡ്ജിലേക്കും ധനുഷ് വീട്ടിലേക്കും പോകാൻ തുടങ്ങി. എന്നാൽ ആ സമയം അവന് വീട്ടിൽ നിന്നും കോള് വന്നു. കാശില്ലാതെ നീ വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട്. വേറെ വഴിയില്ലാത്തത് കാരണം അവൻ വീണ്ടും തിരിച്ച് ലോഡ്ജിലേക്ക് വരുന്നു. ആ സമയം കാജ അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. അവന്റെ റൂമിൽ ആ 5 ഡാൻസേഴ്സ് നിൽപ്പുണ്ട്. ധനുഷു അവരെ കണ്ടു. അന്ന് രാത്രി മുഴുവൻ ഈ ഡാൻസേഴ്സ് അവരെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴും അവർ ഉറങ്ങി. സമയം രാവിലെയായി. ചുറ്റുമുള്ള റൂമിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഇവരുടെ റൂമിൽ നിന്നും ഈ അപശബ്ദങ്ങളൊക്കെ കേൾക്കാമായിരുന്നു. ആ റൂമിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒടുവിൽ ഈ പ്രേതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ധനുഷും കാജയും ഫ്രെഡി പറഞ്ഞ പ്രകാരം ആ പാരാസൈക്കോളജിസ്റ്റ് നകുലിനെ പോയി കാണുന്നു. അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അയാൾക്ക് ശരിക്കും അതിൽ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരെ പറ്റിച്ചൊക്കെയാണ് ഈ നകുലൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവരോട് പ്രേതങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാല തരാമെന്ന് പറയുന്നു. ആ മാലയ്ക്ക് വിലയായിട്ട് 10,000 രൂപയാണ് അയാൾ ചോദിക്കുന്നത്. ഇവരുടെ കയ്യിൽ കാശില്ലായിരുന്നു. കാശില്ലേലും കുഴപ്പമില്ല, ഈ കുരിശ് ഞാൻ എടുത്തോളാമെന്ന് നകുലൻ പറയുന്നു. അവരെ സംബന്ധിച്ചും ആ കുരിശ് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. അതുകൊണ്ട് അതവർ നകുലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. ഇനി ആ ആത്മാക്കളുടെ ശല്യം ഉണ്ടാകില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ അന്ന് രാത്രിയിൽ തന്റെ ബെഡിനടുത്തുള്ള അലമാരയുടെ മുകളിൽ കുരിശ് വെച്ചിട്ടാണ് നകുലൻ കിടന്നുറങ്ങിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുരിശ് അനങ്ങാൻ തുടങ്ങി. ഓരോന്നോരോന്നായിട്ട് അവന്റെ ബെഡിന്റെ സൈഡിലേക്ക് വന്നു വീണു. അതോടെ നകുലനും മനസ്സിലായി ആ കുരിശിനോടൊപ്പം പ്രേതങ്ങളും വന്നിട്ടുണ്ടെന്ന്. ഇവിടെ കാജയും ധനുഷും കരുതിയത് ആ പ്രേതങ്ങൾ തങ്ങളെ വിട്ടു പോയെന്നാണ്. എന്നാൽ അവരെങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. അവർ വീണ്ടും ഇവരുടെ റൂമിലേക്ക് വരുന്നു. ഇവരെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവർക്ക് ചുറ്റും കിടന്ന് ആ പ്രേതങ്ങൾ ഡാൻസ് ചെയ്യുകയായിരുന്നു. ചുറ്റുള്ള റൂമിലെ ആൾക്കാരും ഈ സൗണ്ടുകളെല്ലാം കേട്ട് പേടിച്ചിരിക്കുകയാണ്. രാവിലെ ആയപ്പോഴേക്കും നകുലനാകട്ടെ ആ കുരിശുകളെടുത്ത് ഇവരുടെ അടുത്ത് തിരിച്ചു വരുന്നു. ഇതെനിക്ക് വേണ്ടാന്ന് നിങ്ങൾ തന്നെ തിരിച്ചെടുത്തോളാനും പറയുന്നു. ഈ പ്രശ്നത്തിന് ഒരു പോംവഴിയുള്ളൂ. ആ പള്ളിയിൽ പോയിട്ട് അച്ഛനോട് മാപ്പ് പറഞ്ഞു കുമ്പസരിച്ച് ഈ കുരിശ് അവിടെ തിരിച്ചേൽപ്പിക്കുക. അല്ലെങ്കിൽ ഈ ആത്മാക്കൾ നിങ്ങളെ വിട്ടു പോകില്ല. അതുകൊണ്ട് ധനുഷും കാജയും നകുലിനെയും കൂട്ടി പള്ളിയിലേക്ക് പോകുന്നു. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുമ്പസാര രഹസ്യമായോണ്ട് അയാൾ തൽക്കാലം ഇത് പോലീസിനെ അറിയിക്കാൻ നിന്നില്ല. കുരിശ് എന്തായാലും തിരിച്ചു വന്നല്ലോ. പക്ഷെ ഇത് തിരിച്ച് സ്ഥാപിക്കണമെങ്കിൽ ഈ മരിച്ചുപോയ ആൾക്കാരുടെ ബന്ധുക്കൾ വന്നിട്ട് പ്രാർത്ഥന ചൊല്ലിയേ വെക്കാൻ പറ്റൂ. ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരാനാണ് അച്ഛൻ ഇവരോട് പറയുന്നത്. അല്ലാതെ വെറുതെ കുരിശ് സ്ഥാപിച്ചാലും ഈ ആത്മാക്കൾ നിങ്ങളെ വിട്ടു പോകില്ല. ഈ മരിച്ചവര് ആരൊക്കെയാണെന്ന് അച്ഛൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവർ 5 പേരും ഡാൻസേഴ്സ് ആണ്. അതിലൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് റാണി മരിയ എന്നാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണിവർ. ഇടുക്കിയിൽ നിന്നാണ് ഇവരുടെ ബോഡി കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്തത്. പക്ഷെ ഇടുക്കിയിൽ നിന്ന് എന്തിനാണ് കൊച്ചി വരെ കൊണ്ടുവന്ന് അടക്കം ചെയ്തതെന്ന് ധനുഷ് ചോദിച്ചെങ്കിലും അത് ഈ അച്ഛൻ അറിയില്ലായിരുന്നു. അവരുടെ ബന്ധുക്കാരൊക്കെ ഇടുക്കിയിലാണ്. അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടിയില്ല. എന്താണെങ്കിലും ഈ 5 പേരുടെയും പേര് കിട്ടിയ സ്ഥിതിക്ക് ആ പേര് വെച്ചിട്ട് ഒന്ന് അന്വേഷിച്ചു നോക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. ധനുഷിന്റെയും കാജയുടെയും കൂടെ കള്ളത്തരത്തിന് നകുലിന് നിന്നുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് വേണം ഈ പ്രശ്നം തീർക്കാനെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം ഇടുക്കിയിലെ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നു. ആ വർഷത്തെ ഷെവലിയാർ പട്ടം കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ചാക്കോച്ചൻ. എന്നാൽ ചാക്കോച്ചന്റെ യഥാർത്ഥ സ്വഭാവം അറിയാമായിരുന്ന അയാളുടെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് ഈ പട്ടമൊന്നും കിട്ടാൻ അർഹതയില്ലെന്ന്. നീ കുഴിച്ചുമൂടിയതൊക്കെ പുറത്തെടുക്കാൻ അവർ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് അയാൾ ചാക്കോച്ചനോട് പറയുന്നു. അത് കേട്ടപ്പോൾ ചാക്കോച്ചന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ധനുഷും കൂട്ടരും മരിച്ചുപോയ ആ 5 പേരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. പിങ്കിയെയും അവർ കൂടെ കൂട്ടി. പിങ്കി ഇതൊരു ട്രിപ്പ് പോലെയാണ് കണ്ടത്. അവൾ ഇടുക്കിയിൽ ഒരു വില്ലയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്ത് വേറെ വഴിയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ പോലീസിനെ കണ്ട് വെട്ടിച്ചു പോകുന്നതിനിടയ്ക്ക് ഈ ചാക്കോച്ചന്റെ വണ്ടിയുമായിട്ട് ഇടിക്കേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് ചാക്കോച്ചൻ രക്ഷപ്പെട്ടത്. വലിയ മലയും കൊക്കയൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു അത്. രാത്രി ആയപ്പോഴേക്കും പിങ്കി ബുക്ക് ചെയ്ത വില്ലയിലേക്ക് അവരെത്തി. ഇതുവരെ ആത്മാക്കളുടെ ശല്യമൊന്നുമില്ലല്ലോ, മിക്കവാറും അതൊക്കെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് പിങ്കി പറയുന്നു. എന്നാ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് ധനുഷും കരുതി. പക്ഷെ ഇവരങ്ങനെ പറഞ്ഞു തീർന്നതും അവരുടെ റൂമിന്റെ ഗ്ലാസ് ടില്ലുകൾ പൊട്ടാൻ തുടങ്ങി. അതോടെ ഇവർക്ക് മനസ്സിലായി ആ ആത്മാക്കൾ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന്. അവർ നമ്മളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം പ്ലാൻ ചെയ്ത പോലെ തന്നെ അവരെ പറ്റി അന്വേഷിക്കാൻ ഇവർ വീണ്ടും തീരുമാനിച്ചു. നകുലം പോയി അവിടുത്തെ കെയർടേക്കറിനോട് 30 വർഷം മുമ്പ് മരിച്ചുപോയ റാണി മരിയെയും ഗ്യാങ്ങിനെയും പറ്റി ചോദിക്കുന്നു. എന്നാൽ തനിക്ക് അതിനെ പറ്റിയൊന്നും അറിയത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അവർ വീണ്ടും ടൗണിലേക്ക് ഇറങ്ങി. എന്നാൽ ഇവർ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ആ കെയർടേക്കർ സ്വയം പറയുന്നുണ്ട്, ചത്തു തൊലഞ്ഞവന്മാരുടെ കുഴിതോണ്ടാൻ ഇവന്മാരെന്തിനാ വന്നിരിക്കുന്നതെന്ന്. അതും പറഞ്ഞുകൊണ്ട് അയാൾ വിറക് വെട്ടിയതും വിറക് തെറിച്ച് അയാളുടെ തലയിലേക്ക് വന്നിടിക്കുന്നു. അയാളുടെ തല മുറിഞ്ഞു. ഇതെല്ലാം ആത്മാക്കളുടെ പണിയായിരുന്നു. നാട്ടിൽ കണ്ട ഒരുപാട് പേരോട് ഇവർ റാണി മരിയും കൂട്ടരെയും പറ്റി ചോദിച്ചു. അവർക്ക് ആർക്കും ഇവരെ അറിയില്ലായിരുന്നു. 30 വർഷം മുമ്പ് മരിച്ചുപോയവരല്ലേ. അന്വേഷണം എങ്ങും എത്താത്തത് കാരണം
കാരണം ഇവർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ദേഷ്യം വന്നിട്ട് കാജ് തനിയെ നടന്നു പോകുകയായിരുന്നു. ആ സമയം ബസ് സ്റ്റോപ്പിൽ വീണ്ടും ആ 5 ആത്മാക്കളെ അവൻ കാണുന്നുണ്ട്. എന്നാൽ ആ ആത്മാക്കള് 2 സൈഡിലായിട്ട് മാറിയിരിക്കുകയായിരുന്നു. നടുക്കൊരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിന്റെ പോസ്റ്ററും കണ്ടു. അതോടുകൂടി കാജിക്ക് മനസ്സിലായി ഈ ആത്മാക്കള് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അവൻ ധനുഷിനോടും ഗ്യാങ്ങിനോടും വന്ന് പറയുന്നുണ്ട്, അവരെ നമ്മൾ രണ്ടുപേരും കണ്ടതല്ലേ, എനിക്ക് എന്തായാലും അവരുടെ ചിത്രം വരയ്ക്കാൻ പറ്റും. ആ ചിത്രം വെച്ചുകൊണ്ട് നമുക്ക് പോസ്റ്റർ അടിച്ച് ഇവിടെ എല്ലാം ഒട്ടിക്കാം. അവരെ അറിയാവുന്നവരാരെങ്കിലും നമ്മളെ കോൾ ചെയ്യുകയും ചെയ്യും. ആ പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാജ തന്റെ കഴിവുപയോഗിച്ച് താൻ കണ്ട ആ 5 ആത്മാക്കളുടെ ചിത്രം വരയ്ക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ആ ആത്മാക്കള് അവന്റെ ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് കുറച്ചുകൂടി ഈസിയായി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ അവരുടെ നല്ലൊരു ചിത്രം വരച്ചു. 5 പേരുടെയും പേരെഴുതിയിട്ട് ഇവരെ പറ്റി അറിയാവുന്ന ആരെങ്കിലും തങ്ങളെ കോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാജയുടെ നമ്പരും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും അവർ പോസ്റ്റർ അടിച്ചൊട്ടിച്ചു. അങ്ങനെയിരിക്കും ഒരു ദിവസം ചാക്കോച്ചനും ആ പോസ്റ്റർ കണ്ടു. അത് കണ്ട് ശരിക്കും അയാൾ ഞെട്ടിപ്പോയി. അതിനിടയ്ക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഫ്രെഡി കൂടി ഈ വില്ലയിലേക്ക് വരുന്നുണ്ട്. ചാക്കോച്ചനാകട്ടെ തന്റെ കാര്യസ്ഥൻ കുഞ്ഞച്ചനോട് പറയുന്നുണ്ട് ഈ പോസ്റ്റർ ഒട്ടിച്ചവന്മാരെ എങ്ങനെയെങ്കിലും പൊക്കണമെന്ന്. അങ്ങനെ കുഞ്ഞച്ചൻ ടൗണിലിറങ്ങി ധനുഷിനെയും ഗ്യാങ്ങിനെയും തേടുകയായിരുന്നു. ആ സമയം ഇവരാകട്ടെ വീണ്ടും പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന ഇവരെ പോലീസ് പിടിക്കുന്നു. കുഞ്ഞച്ചൻ പറയുന്നുണ്ട് നമ്മൾ പോയി അവരെ പിടിക്കുന്നതിന് മുൻപ് പോലീസുകാര് അവരെ പിടിച്ചുവെന്ന്. അത് കേട്ടതും ചാക്കോച്ചൻ കുറച്ചുകൂടി ടെൻഷനിലായി. ഇൻസ്പെക്ടർ കുഞ്ചൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന 5 പേര് മിസ്സിംഗ് ആണെങ്കിൽ കംപ്ലൈന്റ് തരാതെ നിങ്ങൾ എന്തിനാണ് പോസ്റ്റർ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ തൽക്കാലം പിങ്കി പറയുന്നുണ്ട്, ഇവർ ഡാൻസേഴ്സ് ആണെന്നും ഞങ്ങളും ഡാൻസ് ഗ്രൂപ്പിൽ പെട്ടവരാ, ഇവരെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോസ്റ്റർ അടിച്ചതെന്ന്. അല്ലാതെ ആത്മാവിനെ പറ്റിയോ ഇവര് വന്നതിന്റെ ഉദ്ദേശത്തെ പറ്റിയോ ഒന്നും തന്നെ തൽക്കാലം കുഞ്ചനോട് ഇവർ പറഞ്ഞില്ല. കുറച്ച് പോസ്റ്റേഴ്സ് അവിടെ വെച്ചേക്കാൻ അയാൾ പറയുന്നു. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ താനും അറിയിക്കാമെന്ന് പറഞ്ഞു. ധനുഷും കൂട്ടരും അങ്ങനെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ആ സമയം ഈ കുഞ്ചനെ കാണാൻ അവിടെ സാറ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ ഒരു ബാറുണ്ട്. എന്നാൽ ഈ ചാക്കോച്ചൻ പലപ്പോഴും അവരുടെ ബാറിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. മര്യാദയ്ക്ക് ആ ബാർ നടത്തിക്കൊണ്ടു പോകാൻ ചാക്കോച്ചൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ചാക്കോച്ചനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനാണ് സാറ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. എന്നാൽ ചാക്കോച്ചൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും തെളിവില്ലാത്തത് കാരണം പോലീസുകാരെ കേസെടുക്കുന്നുമില്ല. ആ സമയം അവിടെ വെച്ച് ഈ റാണിമരിയുടെയും കൂട്ടരുടെയും പോസ്റ്റർ സാറമ്മ കാണുന്നുണ്ട്. ഇതിവിടെ എങ്ങനെ വന്നെന്ന് ചോദിച്ചതും കുഞ്ചനാകട്ടെ ധനുഷിന്റെയും ഗ്യാങ്ങിനെയും പറ്റി പറയുന്നു. അവർ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്നറിഞ്ഞതും സാറമ്മ അവരുടെ പിറകെ പോകുന്നു. അവരെ ചേസ് ചെയ്ത് പിടിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇവരെ അറിയാമെന്ന് ചോദിക്കുന്നു. അത് നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ഇവരെ പറ്റി അറിയാമോ എന്ന് ധനുഷും ഗ്യാങ്ങും ഇവരോട് ചോദിച്ചതും എനിക്കറിയാമെന്നും എന്റെ കൂടെ വരാനും അവർ പറയുന്നുണ്ട്. അവർ തന്റെ ബാറിലേക്കാണ് ധനുഷിനെ ഗ്യാങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. റാണിമരിയ ഉൾപ്പെടെ 5 പേരുടെയും ഫോട്ടോ ആ ബാറിലുണ്ടായിരുന്നു. ഇതേ ബാറിൽ ഡാൻസ് കളിച്ചിരുന്നതാണ് റാണിമരിയും ഇതിലൊരു പയ്യനും. ബാക്കി 3 പേരും പള്ളിയിൽ കൊയറ് പാടുന്നവരായിരുന്നു. ഈ 5 പേരുടെയും കോമൺ ഫ്രണ്ടായിരുന്നു സാറാമ്മ. പള്ളിയിൽ നന്നായിട്ട് ഇവർ പാടുന്നത് കണ്ടിട്ട് സാറാമ്മ ഇവരെ വേറെ പ്രോഗ്രാമിലും പാടാൻ ക്ഷണിച്ചു. എന്നാൽ വിശ്വാസത്തിനെതിരായിട്ട് പാട്ടുപാടി എന്ന് പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റി ഈ 3 പേരെയും പുറത്താക്കി. അതോടുകൂടി റാണിമരിയുടെയും അവളുടെ കൂടെയുള്ള പയ്യന്റെയും കൂടെ ഈ 3 പേരും സാറാമ്മയുടെ ബാറിലേക്ക് എത്തി. അങ്ങനെ പിന്നീട് ഇവർ 5 പേരും ഒരു ഗ്യാങ് ആയിട്ടായിരുന്നു ബാറിൽ വരുന്ന ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പാട്ടും ഡാൻസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പള്ളി കമ്മിറ്റിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിനെതിരായിരുന്നു. ഈ സംഭവം ചാക്കോച്ചനും അറിഞ്ഞു. റാണിമരിയും കൂട്ടരും അഴിഞ്ഞാട്ടക്കാരാണെന്നും നമ്മുടെ നാടിന് തന്നെ ഇവർ അപമാനമാണെന്നും പലരും ചാക്കോച്ചനോടും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ബാറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് റാണിമരിയും കൂട്ടരെയും ചാക്കോച്ചൻ കാണുകയും അവരെ വാൺ ചെയ്യുകയും ചെയ്തു. ഈ പരിപാടി നിർത്തിക്കൊള്ളാൻ പറയുന്നു. എന്നാൽ റാണിമരിയും കൂട്ടരും ഇതൊന്നും കേട്ടില്ല. ചാക്കോച്ചനെ മൈൻഡ് ചെയ്യാതെ അവർ അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നീട് അറിഞ്ഞത് അവിടുത്തെ ഹിൽ ടോപ്പിൽ അവർ 5 പേരും അടങ്ങുന്ന വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞുവെന്നും അവർ 5 പേരും മരിച്ചുവെന്നുമാണ്. അതൊരു ആക്സിഡന്റ് ആയിട്ട് തനിക്ക് തോന്നുന്നില്ല എന്ന് സാറാമ്മ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചാക്കോച്ചൻ അവിടേക്ക് വരുന്നു. ചാക്കോച്ചനെ കണ്ടതും തൽക്കാലം ഈ പയ്യന്മാരോട് പുറത്തേക്ക് നിൽക്കാൻ സാറമ്മ പറയുന്നുണ്ട്. ചാക്കോച്ചൻ സാറമ്മയെ വന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പഴയ പിള്ളേരെ അന്വേഷിച്ച് പുതിയ ആരൊക്കെയോ വന്നു എന്നറിഞ്ഞു. അവരെ ഒന്ന് കാണാൻ വേണ്ടി താൻ ഇങ്ങോട്ട് വന്നതെന്ന്. ആ പയ്യന്മാര് ഇങ്ങോട്ട് വന്നാൽ താൻ അറിഞ്ഞതെന്നും ചാക്കോച്ചൻ പറയുന്നു. ധനുഷും കൂട്ടരും മാറി നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇനി ഈ ആത്മാക്കളുടെ പുറകെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ഇവർക്ക് തോന്നി. തൽക്കാലം അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ സാറാമ്മ ഇത് കാണുകയും അവരുടെ പിറകെ സാറാമ്മ പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട ചാക്കോച്ചനും ഇവരെ ഫോളോ ചെയ്തു പോകുന്നു. ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരാളായിരുന്നു ചാക്കോച്ചൻ. വഴിയൊന്നും അറിയാതെ ധനുഷും ഗ്യാങ്ങും എങ്ങോട്ടൊക്കെ വണ്ടി വിട്ടു പോവുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഈ കുരിശെല്ലാം കളയാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. അവർ നേരെ പോകുന്ന ഹിൽ ടോപ്പിലേക്കാണ്. അവരുടെ പിറകെ സാറാമ്മയും ചാക്കോച്ചനും ഉണ്ട്. ഈ വണ്ടികളെല്ലാം ഓരോന്നിനെ ചേസ് ചെയ്ത് ഹിൽ ടോപ്പിലേക്ക് പോകുന്നത് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ നമ്മുടെ ഇൻസ്പെക്ടർ കുഞ്ചനും കാണുന്നുണ്ട്. അങ്ങനെ പോലീസുകാരും ഇവരുടെ പിന്നാലെ പോകുന്നു. സാറാമ്മ ധനുഷിനെയും കൂട്ടരെയും ചേസ് ചെയ്ത് പിടിച്ചു. അവർ ഹിൽ ടോപ്പിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് റാണിമരിയും കൂട്ടരെ അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ധനുഷും കൂട്ടരും കള്ളം പറയുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കാരെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പള്ളിയിലച്ഛനാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. പള്ളിയിൽ ഇവരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ സാറാമ്മ അത് വിശ്വസിക്കുന്നില്ല. ഒരു പള്ളിയിലും മരിച്ചവരുടെ ഫോട്ടോസ് സൂക്ഷിക്കാറില്ല. കാരണം കൊക്കയിൽ വീണ് മരിച്ച ഇവർ 5 പേരുടെ മൃതദേഹം ഈ നാട്ടിൽ അടക്കാൻ പറ്റില്ല എന്ന് പള്ളി കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇവരുടെ മൃതദേഹം ഇടുക്കിയിൽ കൊണ്ടടക്കിയത്. സാറാമ്മ ഇവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു, സത്യം എന്താണെങ്കിലും എന്നോട് തുറന്നു പറയണമെന്ന് പറയുന്നു. ഒടുവിൽ ധനുഷും കൂട്ടരും സത്യം പറയുന്നുണ്ട്. തങ്ങൾ കുരിശു മോഷ്ടിച്ചതും ആത്മാക്കളെ കണ്ടതും അത് തങ്ങളുടെ
അയാളുടെ പിന്നാലെ കൂടിയതുമെല്ലാം. ഈ ബന്ധുക്കാരെയെല്ലാം കണ്ടുപിടിച്ച് അവര് പ്രാർത്ഥന ചൊല്ലി കുരിശ് അവിടെ വീണ്ടും സ്ഥാപിക്കണം. എന്നാൽ എല്ലാം കേട്ടുകഴിഞ്ഞ് സാറാമ്മ പറയുന്നുണ്ട്, റാണിമരിയെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതേ നാട്ടുകാരാണ്, അവരുടെ ബന്ധുക്കാർ ഇവിടെയുണ്ട്. പക്ഷേ റാണിമരിയുടെ ബന്ധുക്കാരെ പറ്റി ആർക്കും അറിയില്ല. ഇവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ചാക്കോച്ചനും അവിടേക്ക് എത്തി. സാറാമ്മയുടെ അയാൾ പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ 5 കൂട്ടുകാരെയും ഞാൻ പരലോകത്തേക്ക് അയച്ചതാ, അതുപോലെ നിന്നെയും അയക്കാൻ പോവുകയാണെന്ന്. അപ്പോഴാണ് എല്ലാവർക്കും ആ സത്യം മനസ്സിലാകുന്നത്. അന്ന് ശരിക്കും റാണിമരിയുടെയും കൂട്ടരുടെയും കാറ് കൊക്കയിലേക്ക് അപകടം പറ്റി വീണതായിരുന്നില്ല. ന്യൂ ഇയർ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും വണ്ടിയിലേക്ക് കയറിയ സമയത്ത് ചാക്കോച്ചൻ തന്റെ ജീപ്പ് ഉപയോഗിച്ചുകൊണ്ട് വന്ന് ഇവരുടെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് കാർ കൊക്കയിലേക്ക് വീണത്. അയാൾ മനഃപൂർവ്വം അവരെ എല്ലാവരെയും കൊന്നതാണ്. അതിന്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. പള്ളിയിലെ സ്വർണ്ണക്കുരിശ് ഇയാൾ മോഷ്ടിക്കുകയും അതിനു പകരം മറ്റൊരു കുരിശ് വെക്കുകയും ചെയ്തത് ഈ റാണിമരിയുടെ കൂട്ടത്തിൽ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ചാക്കോച്ചൻ ഇവരെ ഭീഷണിപ്പെടുത്താൻ വന്ന സമയത്ത് റാണിമരിയും കൂട്ടരും ചാക്കോച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഞങ്ങൾക്ക് അറിയാമെന്ന്. ഇതെല്ലാം കൊണ്ടാണ് ചാക്കോച്ചന് ഈ 5 പേരോടും ദേഷ്യം ഉണ്ടായിരുന്നത്. തന്നെ പറ്റിയുള്ള രഹസ്യങ്ങൾ അവർ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവർ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് തന്നെ ചാക്കോച്ചൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ സാറെ ആക്രമിക്കാൻ ശ്രമിച്ചു. ധനുഷും കൂട്ടരും ഇടപെടുന്നുണ്ട്. എന്നാൽ അയാളാകട്ടെ എല്ലാവരെയും അടിച്ചിടുന്നു. ധനുഷ് വാനിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ആ കുരിശുകളെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇവിടേക്ക് വന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന്. ആ സമയം ആ ആത്മാക്കള് ധനുഷിന്റെ ശരീരത്തിലേക്ക് കയറി. പിന്നീട് അങ്ങോട്ട് ധനുഷാകട്ടെ ചാക്കോച്ചനെ തിരിച്ചടിക്കുകയാണ്. ധനുഷ് ചാക്കോച്ചന്റെ വണ്ടിയുടെ മുകളിലേക്ക് തന്നെ അയാളെ എടുത്തെറിഞ്ഞു. എന്നിട്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് പോലീസുകാർ ഇവരെ ചേസ് ചെയ്ത് അവിടേക്ക് വന്നത്. എന്നാൽ പോലീസ് ജീപ്പിന് വലിയ ബ്രേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉദ്ദേശിച്ചെടുത്ത് ബ്രേക്ക് കിട്ടാതായപ്പോഴേക്കും ചാക്കോച്ചന്റെ വണ്ടിയിലേക്കാണ് പോലീസുകാർ പോയി ഇടിക്കുന്നത്. വണ്ടിയും ചാക്കോച്ചനും ഉൾപ്പെടെ നേരെ കൊക്കയിലേക്ക് വീണു. അത് കണ്ടപ്പോൾ ധനുഷിനും കൂട്ടർക്കും ആശ്വാസം തോന്നി. അയാൾ എന്തായാലും മരിക്കേണ്ട ആള് തന്നെയായിരുന്നു. ആ ആത്മാക്കളും തങ്ങൾക്ക് നീതി കിട്ടിയത് കൊണ്ട് അവിടെ നിന്നും മാഞ്ഞുപോയി. പോലീസ് ജീപ്പ് ഇടിച്ചിട്ടാണല്ലോ അയാൾ മരിച്ചത്. അതുകൊണ്ട് തൽക്കാലം ധനുഷിനും കൂട്ടർക്കും മേളില് ഒരു കേസും വരില്ല. അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ഈ കുരിശുകളെല്ലാം അവിടെ വീണ്ടും സ്ഥാപിച്ചു. റാണിമരി ഒഴികെ ബാക്കി എല്ലാവരുടെ ബന്ധുക്കാർ വന്ന് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഇവർ തന്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്നു. ഇതൊരു സിനിമയാക്കാനുള്ള സ്റ്റോറി ഉണ്ടല്ലോ എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ അന്ന് രാത്രി ധനുഷിന് വീണ്ടും ആ റൂമിൽ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, റാണിമരിയായിരുന്നു. അവളുടെ ബന്ധുക്കാർ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അവൾ ഇവരെ വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ധനുഷും കാജിയും ധനുഷിന്റെ ആ സിനിമ എടുക്കാൻ തീരുമാനിച്ച ഫ്രണ്ടിനെയും കൂടെ കൂട്ടി റാണിമരിയുടെ ബന്ധുക്കാരെ അന്വേഷിച്ചിറങ്ങി. തമിഴ്നാട് വരെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടാകട്ടെ ധനുഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ കുരിശ് വലിച്ചെടുത്തപ്പോഴല്ലേ പ്രേതം നിങ്ങളുടെ കൂടെ കൂടിയെന്ന് പറഞ്ഞത്. ഞാനും വെറുതെ പോയി ഒരു കുരിശ് വലിച്ചെടുത്ത് നോക്കി, ഏതെങ്കിലും പ്രേതങ്ങൾ വരുന്നുണ്ടോന്നറിയാൻ. പക്ഷെ ഒന്നും വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന്. എന്നാൽ അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല, അയാൾ വലിച്ചെടുത്ത കുരിശിന്റെ കൂടെ ഒരു പ്രേതം അയാളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നുവെന്ന്. ആ പ്രേതം ഇപ്പോൾ ഇവർ സഞ്ചരിക്കുന്ന വണ്ടിയുടെ മുകളിലുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.